നിങ്ങളെ പോലുള്ള പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് ഒരു എക്സ്പോഷറാണ്. ആ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിദേശ സർവകലാശാലകളിൽ പഠിക്കണം എന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത്. അത് ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും തെറ്റു പറയാൻ സാധിക്കില്ല. പക്ഷേ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധാരണക്കാരന് പ്രാപ്യമാണോ? അല്ല. സമ്പന്നന് മാത്രം സാധിക്കുന്ന ഒന്നായിരുന്നു വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സമ്പന്നന്റെ മക്കളാണെങ്കിൽ മാത്രം വിദേശത്ത് പോയി പഠിക്കാം. പാവപ്പെട്ടവന് നിശ്ചിതമായിരുന്ന വിദേശ വിദ്യാഭ്യാസത്തെ സാർവത്രീകരിച്ച് സാധാരണക്കാരന്, പാവപ്പെട്ടവന്, പാർശ്വവൽക്കരിക്കപ്പെട്ടവന് വിദേശ വിദ്യാഭ്യാസം സാധിക്കും എന്ന് തെളിയിച്ചു കൊടുത്ത മഹാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഈ നാട്ടിലെ ചെറുപ്പക്കാരൻ, ഈ നാട്ടിലെ വിദ്യാർത്ഥിനികൾ, നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ, നിങ്ങൾ എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നോ, നിങ്ങൾ എന്ത് ജോലി നേടാൻ ആഗ്രഹിക്കുന്നോ, അതോടൊപ്പം ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് 1000 കുട്ടികൾക്ക്, ഈ കഴിഞ്ഞ കാലയളവിൽ 1000 കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള അവസരം ഒരുക്കിയ ഗവൺമെന്റാണിത്. ഒന്നും രണ്ടുമല്ല, 227 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത്. ഇന്ന് ഏറെ പ്രതീക്ഷയോടുകൂടി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയങ്കരായ എൻ്റെ കൊച്ചനുജന്മാരെ, കൊച്ചനുജത്തിമാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, ഇതൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. എന്താണ് സന്തോഷം എന്ന് ചോദിച്ചാൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ കണ്ണിൽ കാണുന്ന തിളക്കവും ചുണ്ടുകളിൽ കാണുന്ന പുഞ്ചിരിയും ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രതീക്ഷ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം തേടി വിദേശ സർവകലാശാലകളിലേക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഇന്ന് അതിനുള്ള അനുമതി പത്രം, ഇതുവരെ ആർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യം കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്ന് വാങ്ങാനുള്ള സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഒരുപാട് ഗവൺമെന്റുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതാത് കാലഘട്ടങ്ങളിൽ വന്നിരുന്ന ഗവൺമെന്റുകളെല്ലാം നാടിന്റെ പുരോഗതിക്ക്, വികസനത്തിന് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി 2016 അധികാരമേറ്റ ഗവൺമെന്റ് നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ തന്നെ വരും തലമുറയ്ക്ക്, ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ഉന്നതി സ്കോളർഷിപ്പിന്റെ വിതരണം നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നല്ല കോളേജുകളില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ നാട്ടിൽ നല്ല സർവകലാശാലകളില്ലാഞ്ഞിട്ടല്ല, ടൈംസിന്റെ റാങ്കിങ്ങിലടക്കം കേരളത്തിലെ സർവകലാശാലകൾ എത്തി നിൽക്കുന്ന, ഉന്നത വിദ്യാഭ്യാസ രംഗം എത്തി നിൽക്കുമ്പോഴും നിങ്ങളെ പോലുള്ള പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് ഒരു എക്സ്പോഷറാണ്. ആ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിദേശ സർവകലാശാലകളിൽ പഠിക്കണം എന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത്. അത് ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും തെറ്റു പറയാൻ സാധിക്കില്ല. പക്ഷേ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധാരണക്കാരന് പ്രാപ്യമാണോ? അല്ല. സമ്പന്നന് മാത്രം സാധിക്കുന്ന ഒന്നായിരുന്നു വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സമ്പന്നന്റെ മക്കളാണെങ്കിൽ മാത്രം വിദേശത്ത് പോയി പഠിക്കാം. പാവപ്പെട്ടവന് നിശ്ചിതമായിരുന്ന വിദേശ വിദ്യാഭ്യാസത്തെ സാർവത്രീകരിച്ച് സാധാരണക്കാരന്, പാവപ്പെട്ടവന്, പാർശ്വവൽക്കരിക്കപ്പെട്ടവന് വിദേശ വിദ്യാഭ്യാസം സാധിക്കും എന്ന് തെളിയിച്ചു കൊടുത്ത മഹാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. അദ്ദേഹം നൽകുന്ന സന്ദേശം, ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ ഈ നാട്ടിലെ ചെറുപ്പക്കാരൻ, ഈ നാട്ടിലെ വിദ്യാർത്ഥിനികൾ, നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ, നിങ്ങൾ എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നോ, നിങ്ങൾ എന്ത് ജോലി നേടാൻ ആഗ്രഹിക്കുന്നോ, അതോടൊപ്പം ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് 1000 കുട്ടികൾക്ക്, ഈ കഴിഞ്ഞ കാലയളവിൽ
1000 കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള അവസരം ഒരുക്കിയ ഗവൺമെന്റാണിത്. ഒന്നും രണ്ടുമല്ല, 227 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത്. 25 ലക്ഷം രൂപ വരെയാണ് ഒരു കുട്ടിക്ക് ഈ ഗവൺമെന്റ് കൊടുക്കുന്നത്. ഗ്രാൻഡായിട്ട് കൊടുക്കുന്നു, സ്കോളർഷിപ്പ് ആയിട്ട് കൊടുക്കുന്നു. ഈ നാട്ടിൽ ഇതിൽ പരം ഈ നാടിന്റെ പുരോഗതിക്ക്, വരും തലമുറയുടെ വികസനത്തിന്, നിങ്ങളുടെ ജീവിതത്തിനൊരു കൈത്തിരി നാളമായി മാറാൻ ഇതിൽ കൂടുതൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് സാധിക്കുമോ? സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് കൈത്തിരി നാളമായി മാറിയ, നിങ്ങളുടെ കുടുംബത്തിന് ഒരു വെളിച്ചമായി മാറുന്ന, ഒരു ദിശാബോധം നൽകുന്ന, നിങ്ങൾക്ക് ഒരു ഉന്നതമായ വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള ജോലി അവസരങ്ങളും ലഭ്യമാക്കി തരുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കേരളത്തിന്റെ സമഗ്ര വികസനത്തിന്, പുരോഗതിക്ക് വേണ്ടി അശ്രീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ നമ്മുടെ വകുപ്പ് മന്ത്രി, ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഈ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനും പ്രിയങ്കരനുമായ മന്ത്രി ശ്രീ OR കേളു അവർകളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു.